നമസ്കാരം, ഞാൻ ടോണി പോൾ. ആർമിയിലായിരുന്നു. 20 വർഷത്തെ സർവീസിന് ശേഷം കഴിഞ്ഞ വർഷം 2019 ആഗസ്റ്റിലാണ് റിട്ടയർമെന്റ് ആയത്. ഇപ്പോൾ ഇനാജിക് ഇന്ത്യ കങ്കൻ വാട്ടർ അയർനസ് ലിമിറ്റഡിന്റെ ഇൻഡിപെൻഡന്റ് ഡിസ്ട്രിബ്യൂട്ടറായിട്ട് ഇന്ന് സേവനം ചെയ്യുകയാണ് ഞാൻ. കങ്കൻ എന്നൊരു ജപ്പാനി വേർഡാണ്. അപ്പം ജപ്പാനിൽ കങ്കൻ വേർഡിന് അർത്ഥം എന്ന് വെച്ചാൽ ബാക്ക് ടു ഒറിജിൻ, അല്ലെന്നുണ്ടെങ്കിൽ പഴമയിലേക്ക് തിരിച്ചു പോകുന്നതാണ്. അപ്പൊ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ജപ്പാനിൽ ഉണ്ടാകാൻ ആവശ്യം വന്നത് 1945 നടന്ന വേൾഡ് വാറിന് ശേഷമാണ്. കാരണം ഹിരോഷിമ നാഗാസാക്കിയിൽ ഈ അമേരിക്കൻ അണുബോംബ് ഇട്ടിട്ട് നശിപ്പിച്ചു. അതിനുശേഷം അവിടുത്തെ വെള്ളവും ഭൂമിയും വായുവും അതുപോലെ നശിച്ചതിന് ശേഷമാണ് അവിടുത്തെ ജീവിതശൈലി തന്നെ മാറിയത്. എന്നുവെച്ചാൽ ഒരു 40 വർഷം വരുന്ന മനുഷ്യൻ വരെ അവിടെ വാർദ്ധക്യം വന്ന് മരിക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പം ജപ്പാന്റെ ഗവൺമെന്റ് റഷ്യയുടെ സഹായത്തോടെ ചേർന്നിട്ടാണ് 1965 ഒരു വേൾഡ് വൈഡ് ഒരു പഠനം നടത്തിയത്. അപ്പം മുഖ്യമായിട്ട് പഠനം നടത്തിയ ചില സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ഫ്രാൻസിലെ ലൂർദ്, അതുപോലെ തന്നെ മക്കയിലെ സംസം, ജർമ്മനിയിലെ നോർദന, പിന്നെ ഹൻസ വാലി, ഈ ഒരു സ്ഥലങ്ങളെ പറ്റിയാണ് കൂടുതൽ. കാരണം എന്ന് വെച്ചാൽ ഈ സ്ഥലങ്ങളിലെ ആൾക്കാരുടെ ലൈഫ് എന്ന് വെച്ചാൽ ആവറേജ് തന്നെ 90 കൂടുതലാണ്. 100-140 വർഷം വരെ അവർക്ക് നല്ല ഹെൽത്തി ആയിട്ട് ജീവിക്കുന്ന ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെല്ലാം കാൽക്കുലേഷൻ ചെയ്ത് പഠനം നടത്തിയപ്പോഴവർക്ക് മനസ്സിലായത് അവിടുത്തെ വെള്ളമാണ് ഇവിടെ ജീവിതം ഏറ്റവും കൂടുതൽ ഇത്രയും ഹെൽത്ത് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം വ്യക്തമായിട്ട് പഠനം നടത്തിയപ്പോഴവർക്ക് മനസ്സിലായി ആ വെള്ളത്തിൽ നിന്ന് നമ്മുടെ ശരീരത്തേക്ക് ആവശ്യമുള്ള പല ഗുണങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട്. അതിന് മൂലമാണ് ഇങ്ങനൊരു ചേഞ്ചസ് ഉണ്ടാകാൻ കാരണം. അതിനുശേഷമാണ് 1974 ഇനാജിക് എന്ന് പറയുന്ന ഒരു കമ്പനി ഇതിനെ ഈ വെള്ളത്തിനെ ഒരു ഇലക്ട്രോണിക് ചേമ്പറിലൂടെ സെയിം ഒരു ക്വാളിറ്റിയിൽ സൃഷ്ടിക്കാൻ കഴിഞ്ഞു. അങ്ങനെ 1974 നമ്മുടെ ഇനാജിക് കമ്പനി വേൾഡിൽ അറിയപ്പെടുന്ന മിറാക്കിൾ ഹീലിംഗ് വാട്ടറിനേക്കാൾ കൂടുതൽ ക്വാളിറ്റി വെള്ളം ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉൽപ്പാദിക്കാൻ തുടങ്ങിയത്. ഓക്കെ, നൗ വൈ വി ഷുഡ് യൂസ് കങ്കൻ വാട്ടർ? മറ്റുള്ള വെള്ളത്തെക്കാൾ എന്തുകൊണ്ടാണ് കങ്കൻ വാട്ടർ നമ്മൾ ഉപയോഗിക്കേണ്ടത്? കങ്കൻ വാട്ടറിന്റെ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ആന്റി ഓക്സിഡൻസ് ആണ്, ഇലക്ട്രോൺ ചാർജുള്ള വെള്ളം. അപ്പൊ ഇലക്ട്രോൺ ചാർജ് നമ്മുടെ ശരീരത്തിന് ആവശ്യം നമ്മുടെ കോശങ്ങളൊന്ന് ഡാമേജ് ശരിയാക്കാനും, അതുപോലെ തന്നെ പുതിയ കോശങ്ങൾ ഉണ്ടാക്കാനും, അതുപോലെ തന്നെ കോശങ്ങൾ അടിഞ്ഞു കൊടുക്കുന്ന ടോക്സിൻസ് ശരീരത്തിന് അകറ്റാനും വേണ്ടിയാണ് ആന്റി ഓക്സിഡന്റ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. കങ്കൻ വാട്ടറിന്റെ രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് ആൽക്കലൈനിറ്റി. നമ്മുടെ ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവർ കംപ്ലീറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ആൽക്കലൈനിറ്റിയിലാണ്. നമ്മൾ ഇന്ന് കഴിക്കുന്ന ഭക്ഷണം, ജങ്ക് ഫുഡ്, ഫാസ്റ്റ് ഫുഡ്, അതുപോലെ തന്നെ സോഫ്റ്റ് ഡ്രിങ്കുകൾ നമ്മുടെ ശരീരത്തിന്റെ അസിഡിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുമൂലം നമ്മുടെ ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ശരീരം അസിഡിക് ആയി കഴിയുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ ഫംഗസ്, വൈറസ്, ഈവൻ ക്യാൻസർ സെല്ലുകൾ പോലും ഏറ്റവും കൂടുതൽ വളരുന്നത്. നമ്മുടെ ഈ പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ കങ്കൻ വാട്ടർ നമ്മുടെ ശരീരത്തിന് ആൽക്കലൈനായിട്ട് സൂക്ഷിക്കുന്നതാണ്. ഇങ്ങനത്തെ ഒരു അവസ്ഥ ശരീരത്തിൽ ഉണ്ടാകുന്നില്ല. അപ്പം മനുഷ്യന്റെ നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി പവറും കൂട്ടുന്നുണ്ട്. കങ്കൻ വാട്ടറിന്റെ മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ മൈക്രോമോളിക്കുലർ ആണ്. സാധാരണ നമ്മൾ കുടിക്കുന്ന വെള്ളം ബൾക്ക് വാട്ടർ ആയതിനാൽ 3 ലിറ്റർ വെള്ളം കുടിച്ചാലും അതിൽ 1 ലിറ്റർ വെള്ളം നമ്മുടെ ശരീരത്തിൽ എത്തത്തുള്ളൂ. അതുമൂലം പലതരം ഡീഹൈഡ്രേഷൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ വെള്ളം ഈ മെഷീനുകൾ കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ മൈക്രോമോളിക്കുലർ ആവും. അപ്പം 1 ലിറ്റർ വെള്ളം കുടിച്ചു കഴിഞ്ഞാലും നമ്മുടെ ശരീരത്തിൽ കംപ്ലീറ്റ് ആയിട്ട് ശരീരത്തിൽ കിട്ടും. അതുമൂലം ഡീഹൈഡ്രേഷൻ മൂലം ഉണ്ടാകുന്ന ഒരു രോഗങ്ങളും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകത്തില്ല. കങ്കൻ വാട്ടറിന്റെ നാലാമത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇതിന്റെ റിച്ച് മിനറൽസുകളാണ്. സാധാരണ പ്യൂരിഫയർ വെള്ളത്തിലെ കംപ്ലീറ്റ് മിനറൽസുകൾ അരിച്ചു കളഞ്ഞിട്ട് ശുദ്ധമായിട്ടുള്ള വെള്ളം തരികയാണ് ചെയ്യുന്നത്. അത് ശരീരത്തിൽ ദോഷം ചെയ്യുന്നു. പക്ഷെ കങ്കൻ വാട്ടർ അയർനൈസർ വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന അസിഡിക് മിനറൽസുകളെയും ആൽക്കലൈൻ മിനറൽസുകളെയും വേർതിരിച്ച് തരുന്നതിനാൽ ഈ ആൽക്കലൈൻ മിനറൽസുകളാണ് നമ്മുടെ ബ്ലഡിന്റെ pH-നെ ബാലൻസ് ചെയ്യുന്നത്. അതുമൂലം ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി പവർ കൂടും. ഇനി നമുക്ക് ഈ മെഷീനുകളിൽ നടക്കുന്ന പ്രോസസ്സ് എന്താണെന്ന് അറിഞ്ഞിരിക്കാം. ഇലക്ട്രോളിക്സ് പ്രോസസ്സിലൂടെയാണ് വെള്ളത്തെ ഇത് റീസ്ട്രക്ചർ ചെയ്യുന്നത്. മെഡിക്കൽ ഗ്രേഡ് ആയിട്ടുള്ള ടൈറ്റാനിയം, പ്ലാറ്റിനം പ്ലേറ്റുകളെ കാഥോഡും ആനോഡുമായിട്ട് ഉപയോഗിച്ച് വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലൈൻ മിനറൽസുകളെയും അസിഡിക് മിനറൽസുകളെയും വേർതിരിച്ച് ആന്റി ഓക്സിഡൻസും ആൽക്കലൈനും ആയിട്ട് നമുക്ക് ഇതിന്റെ മുകളിലെ ഓസിലൂടെ തരുന്നു. അസിഡിക് ആയിട്ടുള്ള മിനറൽസുകൾ നമുക്ക് ഇതിന്റെ താഴെ കൂടെ പോകുന്നു. അപ്പോൾ നമുക്ക് ഈ കങ്കൻ വാട്ടറിന്റെ ഓരോ പ്രോപ്പർട്ടീസിനെ എടുത്ത് കാണിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ വെള്ളം അറിയപ്പെടുന്നത് ഹൈഡ്രോജൻ വാട്ടർ എന്നാണ്. അപ്പോൾ ഹൈഡ്രോജൻ വാട്ടർ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ശരീരത്തെ സാധാരണ പാനിയേക്കാൾ 6 മടങ്ങ് സ്പീഡിൽ ഹൈഡ്രേറ്റ് ചെയ്യും. അതിനുവേണ്ടിയുള്ള ഒരു ക്വാളിറ്റിയാണ് ഹൈഡ്രോജൻ വാട്ടർ എന്നറിയപ്പെടുന്നത്. നമുക്ക് ഈ വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ഹൈഡ്രോജൻ മോളിക്യൂൾസിനെ നമുക്ക് വ്യക്തമായി കാണാൻ പറ്റും. ഏകദേശം സാധാരണ വെള്ളത്തേക്കാൾ 6 മടങ്ങ് സ്പീഡിൽ നമ്മുടെ സെല്ലുകൾ ഇത് ഹൈഡ്രേറ്റ് ചെയ്യും. അത് കാരണം നമ്മുടെ എനർജീനെ റീബൂട്ട് ചെയ്യാൻ ഇതാണ് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത ടെസ്റ്റ് വന്ന് pH വാല്യൂ ടെസ്റ്റ് ആണ്. നമ്മൾ ഓരോ ദ്രവ്യത്തിന്റെ pH വാല്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ ബ്ലഡിന്റെ pH വാല്യൂ എന്ന് പറഞ്ഞാൽ 7.365 ആണ്. അപ്പം നമ്മൾ കുടിക്കുന്ന ഭക്ഷണവും എല്ലാം 7 above ആയിരിക്കണം.
ഒരു pH കുറഞ്ഞാൽ ഏകദേശം നമ്മുടെ ഓർഗൻസ് 10 മടങ്ങ് അതിനകത്ത് വർക്ക് ചെയ്തിട്ടാണ് നമ്മുടെ ശരീരം ഉൾക്കൊള്ളുന്നത്. അപ്പോൾ നമുക്ക് കണക്ക് കൂട്ടി നോക്കാം, നമ്മുടെ എല്ലാ ഓർഗൻസിനും എത്ര കൂടുതൽ സ്ട്രെയിൻ ഉണ്ടാകുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി ചെക്കാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ സൊല്യൂഷൻ എന്ന് പറയുന്ന pH ലിക്വിഡ്. അപ്പം നമുക്കിവിടെ ടാപ്പ് വാട്ടർ വരുന്ന അതിൻ്റെ കൂടെ ഒന്ന് pH വാല്യൂ കാണിച്ചു തരാം. അതേപോലെ തന്നെ നമുക്ക് സാധാരണ ഉപയോഗിക്കുന്ന പാനീയങ്ങളുടെ എല്ലാം pH വാല്യൂ നോക്കാം. ഇവിടെ വരുന്നത് കോർപ്പറേഷൻ വാട്ടറാണ്. ഇതിനകത്ത് ക്ലോറിനേഷൻ ചെയ്യുന്ന കാരണം ഏകദേശം ഒരു 5-5.5 pH ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഞാൻ ഇതിനകത്തും ഒരു 5 ഡ്രോപ്പ് വെച്ച് ഒഴിക്കുന്നുണ്ട്. ഇത് സോഫ്റ്റ് ഡ്രിങ്ക് ആണ്, നമുക്ക് പിള്ളേർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പാനീയം. ഇതിൻ്റെ pH വാല്യൂ നിങ്ങൾക്ക് നോക്കാം, ഏകദേശം ഒരു 2-2.5 pH ഉള്ളു ഇതിനകത്ത്. അതേപോലെ ഒരു പാനീയമാണ് നമ്മുടെ സോഡയുടെയും pH ഏകദേശം 3 pH ഉള്ളിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഇത് നമുക്ക് ശരീരത്തിൽ ദോഷം ചെയ്യുന്ന തന്നെയാണ്. ഇത് നമ്മുടെ RO വാട്ടർ അല്ലെന്നുണ്ടെങ്കിൽ പാക്കേജ് ഡ്രിങ്കിങ് വാട്ടർ. ഇതും ഒരു ലോക്കൽ ബ്രാൻഡായിട്ടുള്ള ഒരു പാക്കേജ് ഡ്രിങ്കിങ് വാട്ടറാണ്. പക്ഷേ നമുക്ക് മെഷീനിൽ കൂടെ വരുന്ന വെള്ളത്തിൻ്റെ കൂടെ അത് pH വാല്യൂ നോക്കാം. ഇതാണ് നമ്മുടെ മെഷീനിൽ കൂടെ വന്ന വെള്ളം. ഇതിൻ്റെ pH വാല്യൂ ഏകദേശം 9 കൂടുതലുണ്ട്. ഇത് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ pH വാല്യൂ മെയിൻറ്റെയിൻ ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി പവർ ബൂസ്റ്റ് ആകാൻ ഇത് തന്നെയാണ് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്. അപ്പം ഇതാണ് ഏകദേശം നമുക്ക് കണ്ടാൽ മനസ്സിലാകും നമ്മൾ ഉപയോഗിക്കുന്ന പാനീയങ്ങൾ നമുക്ക് എത്ര ദോഷം ചെയ്യുന്നുള്ളത്. ഇങ്ങനത്തെ അവസ്ഥയിലും നമ്മുടെ ഈ കങ്കൻ വാട്ടർ ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മാറ്റം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൻ്റെ എല്ലാം കണ്ടീഷനത്തെ ആൽക്കലൈൻ ആക്കി തരും. ഈ കാർബൺ ഡ്രിങ്ക്സുകൾ മാറ്റാൻ പറ്റത്തില്ല, കാരണം എന്ന് വെച്ചാൽ ഇത് ഹൈ അസിഡിക് ആണ്. അതാണ് ഇതിന്റെ ചേഞ്ചസ് വരത്തില്ല. പക്ഷെ ഇതേ സാധനം നമ്മൾ ബാക്കി ശരീരത്തിൽ പാനീയങ്ങൾ ഉപയോഗിച്ചാൽ മാറ്റം നമുക്ക് കണ്ടുപിടിക്കാം. ഇതുകൊണ്ടാണ് കുട്ടികളോട് സോഫ്റ്റ് ഡ്രിങ്ക് കുടിക്കാൻ വേണ്ടി കുടിക്കരുതെന്ന് പറയാനുള്ള കാരണം. അപ്പോൾ ഇതായിരുന്നു നമ്മൾക്ക് കങ്കൻ വാട്ടറിനെ പറ്റി അറിയേണ്ട പ്രധാന കാര്യങ്ങൾ. ഇനിയും എന്തെങ്കിലും നിങ്ങൾക്ക് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാനുമായി ബന്ധപ്പെടാം. അപ്പോൾ ഓർക്കുക, this is not an expense. This is an investment for the future. Thank you.